അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് യൂട്യൂബിൽ നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അതിൽ എന്തായാലും ഒരു ചാനൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു 5 സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ട് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വരുന്നവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട. ഞാൻ എൻ്റെ കർമ്മം ചെയ്യും. അങ്ങനെ ദിവസവും ഇൻസ്റ്റയിൽ ഇടുന്ന അതേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പൊതുവെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഫോളോ ചെയ്യണം ഒന്നും ഞാൻ ആരോടും പറയാറില്ല. കാരണം എൻ്റെ ചിന്താഗതി എന്താണ്, അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരു ഭക്തരും എനിക്ക് വേണ്ട. ഭഗവാനെ സ്നേഹിച്ചു ഭഗവാനെ നിറഞ്ഞ ഭക്തി കൊണ്ട് സ്നേഹിച്ചു വരുന്നവർ മാത്രം മതി എന്നുള്ള ചിന്താഗതിയാണ് എനിക്ക്. പക്ഷേ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥൻ തീരുമാനിച്ച തീരുമാനങ്ങളെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കേവലം 1-2 മാസങ്ങൾ കൊണ്ട് ലക്ഷ്മി കൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിൽ 1,00,000 ലക്ഷം ഭക്തജനങ്ങളാണ് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്നൊന്നും ഞാൻ പറയാറില്ല. എന്നിട്ടും ആ ഭഗവാനെ സ്നേഹിച്ചു കൊണ്ടുവന്ന ആ ഭഗവാന്റെ ഭക്തര് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥന്റെ മായാലീലകൾ തന്നെയാണത്. ഭഗവാൻ നിരീക്ഷിച്ചത് എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് പേടിയായിരുന്നു. ഒരു നടുക്കടലിൽ പോയി നിന്നിട്ട് ഞാൻ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ കടലിന് എത്രത്തോളം ആഴമുണ്ട്, അല്ലെങ്കിൽ ആ കടലിൽ എത്രത്തോളം ജലമുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. അതുപോലെയാണ് മനസ്സിൽ ഭഗവാനുണ്ട്, പക്ഷെ ഭഗവാനെ കുറിച്ച് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭഗവാന്റെ പ്രതീകമാണ് മനുഷ്യൻ. ഭഗവാൻ എത്തിപ്പെടുന്ന ആ സ്ഥലത്തെല്ലാം തന്നെ മനുഷ്യന് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാന്റെ അവതാരം തന്നെയാണ് മനുഷ്യൻ. അപ്പൊ ആ ഒരു ഫ്രണ്ട് ഭഗവാന്റെ ആ ഒരു സ്ഥാനത്ത് കാണുന്നു. എന്നെ ദിനം പ്രതി എനിക്ക് ധൈര്യം പകർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ ലക്ഷ്മി കൃഷ്ണ യൂട്യൂബ് ചാനലിൽ 1,00,000 ലക്ഷം ഭക്തജനങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പം ഞാൻ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഭാഗവതം പഠിക്കുന്നുണ്ട്, നാരായണീയം പഠിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ആ ഭഗവാന്റെ മായാലീലകൾ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ദിവസം വന്നെത്തും. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഞാൻ കൂടെ ഉണ്ടായിട്ടും നീ എവിടെയാണ് തോറ്റുപോയത്, നീ എവിടെയാണ് തല താഴ്ത്തി നിന്നു പോയത്, അവിടെ നിന്ന് തന്നെ നിന്നെ ഞാൻ ഉയർത്തും. ശരിയാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു പാഠമാണ്. ഭഗവാനെ ചേർത്ത് നിർത്തിയിട്ടും പല അവസരങ്ങളിലും ഞാൻ തല താഴ്ത്തി നിന്ന് പോയിട്ടുണ്ട്. ഭഗവാൻ അവിടെ നിന്ന് തന്നെ ഭഗവാൻ പിടിച്ചുയർത്തി എന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാൻ ഒരു താങ്ങ് തന്നെയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.